ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വീവ്. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു സ്ലീവിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സീം അലവൻസ് ഒന്നും കൊടുക്കാതെയാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള വേറൊരു മെത്തേഡും കൂടി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുണ്ട്. അത് ഞാൻ വരും വീഡിയോസിൽ ഷെയർ ചെയ്യാം. ഇത് ബിഗിനേഴ്സിനും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടുള്ളൊരു സിംപിളസ്റ്റ് മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ തുണിയെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇത് പാറ്റേൺ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോൾഡഡ് ഭാഗത്തു നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ സീം അലവൻസ് ഒന്നും തന്നെ കൊടുക്കാതെ, അപ്പോൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം, അതായത് തുണിയുടെ മടക്ക് വശം നമ്മൾക്ക് അടുത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് റെഡി ആയി കഴിയുമ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്ന ലെങ്ത്ത്. ഇനിയാണ് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മളുടെ ആ ഒരു ഹയസ്റ്റ് പോയിൻറ്റിൽ നിന്ന് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്ക് പലരും 3 ഇഞ്ച് കൊടുക്കും, 3.5 ഇഞ്ച് കൊടുക്കും, 4 ഇഞ്ചൊക്കെ കൊടുക്കുന്നവരുണ്ട്. ആക്ച്വലി ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വേറൊരു രീതിയിലാണ്. ഇപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെസ്റ്റ് റൗണ്ട് ബൈ 10 ചെയ്താൽ മതി. അതായത് ഇപ്പോൾ 35 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ 3.5 ആയിരിക്കും അവരുടെ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 32 ഉള്ള ആൾക്കും 3.5 തന്നെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഏകദേശം കറക്റ്റ് ആവും. എന്നിട്ട് നമ്മളൊന്ന് അളന്ന് നോക്കണം നമ്മുടെ ആം ഹോള് കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ 3.5ലാണ് മാർക്ക് ചെയ്യുന്നത്. 3.5ൽ നമ്മൾ ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ 40 ഉള്ള ആളുകൾക്ക് 4 ഇഞ്ച് എടുക്കാം. ഓക്കെ, 4 ഇഞ്ചിൽ കൂടുതലാവുമ്പോൾ നമുക്ക് വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ 4 ഇഞ്ച് വരെ നമുക്കിങ്ങനെ കൊടുക്കാം, വലിയ പ്രശ്നം വരില്ല. അപ്പോൾ ഇത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്കണു. 3.5ൽ ഞാനൊരു മാർക്കിംഗ് കൊടുത്തു, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി. ഇനിയിപ്പോൾ വരച്ച വരയിൽ നമ്മൾ ആം റൗണ്ടിൻ്റെ പകുതിയും പ്ലസ് നമ്മളുടെ ബോഡീസ് പാർട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് ഈസാണ് ഞാൻ യൂഷ്വലി കൂട്ടാറുള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ കൂട്ടണം. നിങ്ങൾ ആ ചെസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ എത്ര ഇഞ്ചാണോ ഈസ് കൂട്ടുന്നത് അത് തന്നെ നിങ്ങൾ ഇവിടെയും കൂട്ടണം. അതല്ലാന്നുണ്ടെങ്കിൽ വ്യത്യാസം വരും. അപ്പം ഞാൻ യൂഷ്വലി 3/4 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് 3/4 ഇഞ്ച് ഈസാണ് കൊടുക്കുക. അപ്പോൾ എൻ്റെ ആം റൗണ്ട് ഇവിടെ 12ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച്, അതിൻ്റെ കൂടെ ബോഡിയിൽ കൊടുത്തിട്ടുള്ള 3/4 ഇഞ്ച് നമ്മളിവിടെയും 3/4 ഇഞ്ച് ചേർത്തുമ്പോൾ 6.75 ഞാനിങ്ങനെ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തു. ഇനി ആ മുകളിൽ വരച്ച വരയും അതുപോലെ ഈ പോയിൻറ്റ് നമ്മളിങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ വെച്ച ശേഷം നമുക്ക് ആ ടേപ്പ് ഒന്ന് കറക്റ്റായിട്ട് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള മിഡ് പോയിൻ്റ് കിട്ടും. ഇനി ഫ്രഞ്ച് കർവ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്ത് വരയ്ക്കാം. ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാത്തവർക്കും വരയ്ക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ആ മുകളിൽ നിന്ന് 1 ഇഞ്ച് നീക്കിയ ശേഷം ഇതുപോലെ വരച്ച് തുടങ്ങുക. കാരണം പോയിൻറ്റഡ് ആയിട്ട് ഒരിക്കലും വരയ്ക്കരുത്. എന്നിട്ട് ഇതേപോലെ ആ സെൻറ്ററിൽ കൂടെ പോയിട്ട് അതേപോലെ താഴേക്ക് ചെറിയൊരു ബെൻഡ് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോള്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെ വെച്ചിട്ട് വരച്ചാൽ മതി. എപ്പോഴും മുകളിൽ പോയിൻറ്റഡ് ആയിട്ട് നിൽക്കാതെ ശ്രദ്ധിക്കുക. ഇനി അതേ മിഡ് പോയിൻറ്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടൊന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും മുകളിൽ നിന്ന് പോയിൻറ്റഡ് ആക്കരുത്, എഗെയിൻ പറയുകയാണ്. പോയിൻറ്റഡ് ആക്കി അതൊരു പഫ് സ്ലീവ് പോലെ അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. ജസ്റ്റ് ഒന്നിങ്ങനെ കൊണ്ടുപോയിട്ട് ആ 1/2 ഇഞ്ചിൻ്റെ അവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ സ്കെയിൽ യൂസ് ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്ലീവ് കിട്ടും. ഇതാണ് ബാക്ക് സ്ലീവ്. ഇപ്പോൾ വരച്ചത് ബാക്കും ആദ്യം വരച്ചത് ഫ്രണ്ടുമാണ്. ഈ കുഴിച്ചു വരയ്ക്കുന്നത് എപ്പോഴും ഫ്രണ്ടാണെന്ന് ആലോചിച്ചാൽ മതി. ഇനി നമുക്ക് താഴത്തെ കൈയിൻ്റെ വണ്ണം കൊടുക്കാം. അപ്പോൾ 5 ഇഞ്ചിലാണ് സ്ലീവ് ഉള്ളത്. അപ്പോൾ 5 ഇഞ്ചിൻ്റെ അവിടെ നിങ്ങളുടെ കൈവണ്ണം എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ പകുതി കാണുക. എന്നിട്ട് 1/2 ഇഞ്ചാണ് നമ്മളിവിടെ ഈസിന് വേണ്ടി കൊടുക്കുന്നത്. ഈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നേരെ മെഷർമെൻറ്റ് എടുത്തത് അങ്ങനെയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗാർമെൻറ്റും ടൈറ്റായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ലൂസിനെയാണ് നമ്മളിവിടെ ഈസ് എന്നുള്ള വാക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് 11 ഇഞ്ചാണ് എൻ്റെ
സ്ലീവ് റൗണ്ട് വരുന്നത്. അപ്പോൾ 5.5, അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ചേർത്തിട്ട് 6 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ താഴെ മാർക്ക് ചെയ്തിട്ട് ആ മുകളിലെ പോയിൻറ്റും അതും കൂടി ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മളിതൊന്നും സീം അലവൻസ് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഒരു പാറ്റേൺ മാത്രമേ ആയിട്ടുള്ളൂ. അതായത് ഇത് കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് അർത്ഥം. ഇനി നമ്മളിത് തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട സീം അലവൻസ് ആണ് പറയാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ ആദ്യം ബാക്കാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്, ബാക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷമേ ഫ്രണ്ടിലേക്ക് പോകാൻ പാടുള്ളൂ. ഇനി സീം അലവൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താഴെ നമ്മൾ കൊടുക്കേണ്ടത് ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാറാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ് കൊടുക്കണത് ലൈനിങ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ച് കൊടുത്താൽ മതി. നമ്മൾ 1/2 ഇഞ്ചിൽ അടിച്ചിട്ട് തിരിച്ചെടുക്കുകയാണല്ലോ ചെയ്യുക. അതല്ല നിങ്ങൾ മടക്കി അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് താഴെ കൊടുക്കാം. പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുമ്പോൾ, അതായത് കുർത്തി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രയാണോ സീം അലവൻസ് ചെസ്റ്റിൻ്റെ അവിടെയും അതേപോലെ വേസ്റ്റിൻ്റെ അവിടെയും ഇട്ട് കൊടുക്കുന്നത് അത് തന്നെ നിങ്ങൾ ഇവിടെയും ഇട്ട് കൊടുക്കണം. അപ്പോൾ 1.5 ഇഞ്ചാണ് ഞാൻ യൂഷ്വലി ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ആ 1.5 ഇഞ്ച് തന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കണം. അതേപോലെ മുകളിൽ ഞാൻ 1/2 ഇഞ്ചിലാണ് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ആ 1/2 ഇഞ്ച് ഞാൻ മുകളിലും കൂടി വരച്ചു കൊടുത്ത ശേഷം വേണം തുണിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ബാക്ക് ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ കട്ട് ചെയ്യണതിന് മുൻപ് നമ്മളിതാ ഇതേപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കണേ. മെഷർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ പകുതിയായിരിക്കണം കിട്ടേണ്ടത്. ഒരു 1/4 ഇഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലൊന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മളിത് മാറ്റി വരയ്ക്കേണ്ടി വരും. ഈ ക്യാബ് ഹൈറ്റിൻ്റെ ലെങ്ത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കിയിട്ട് നമ്മൾ വരച്ചിട്ട് വീണ്ടും അളന്ന് നോക്കി ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പോർഷൻ ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം അത് സീം അലവൻസ് ഒക്കെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്തിട്ട് തുണിയിൽ വെച്ചിട്ട് അതിനും സീം അലവൻസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ആയിട്ട് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. താങ്ക് യു.